Hey guys, welcome back to my channel Literature in Malayalam. So ഇന്ന് നമ്മൾ പ്രേംചന്ദ് എഴുതിയ ഗോദാൻ എന്ന് പറയുന്ന ഒരു ഫേമസ് ഹിന്ദി നോവലാണ് നോക്കുന്നത്. 1936 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻസ് വരുമ്പോൾ അതിൻ്റെ പേര് ദ ഗിഫ്റ്റ് ഓഫ് എ കൗ എന്നാണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഗോദാൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നോവൽ ഓഫ് മോഡേൺ ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് പ്രേംചന്ദിൻ്റെ കംപ്ലീറ്റ് ആയ ലാസ്റ്റ് നോവലാണ് ഈ ഗോദാൻ എന്ന് പറയുന്നത്. ഇതിൽ എക്സ്ട്രീം പോവേർട്ടി, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പെസൻസ്, കാസ്റ്റ് സിസ്റ്റം, ഒപ്രഷൻ ഓഫ് വുമൺ, ഹിപ്പോക്രസി ഓഫ് സൊസൈറ്റി ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇനി നമുക്ക് നോവലിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പുവർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ മണി ലെൻഡേഴ്സ്, ലാൻഡ് ലോഡ്, പോലീസ്, പഞ്ചായത്ത്, സോഷ്യൽ സിസ്റ്റംസ്, അതേപോലെ ഇവരെയൊക്കെ എങ്ങനെയാണ് ക്രഷ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെയൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു ആൾക്കാരെ എത്രത്തോളം ഇൻഹ്യൂമൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാവോ അത്രത്തോളം വാല്യൂലെസ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു സ്റ്റോറി റെപ്രസെൻറ്റ് ചെയ്യുന്നത് വേരിയസ് സെക്ഷൻസ് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, പെസൻസിൻ്റെയും അതായത് പ്രസൻറ്റ് അല്ലെങ്കിൽ റൂറൽ സൊസൈറ്റീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു ഹോരി മഹാത്തോടെ ഫാമിലിയുടെ കഥയും അതേപോലെ തന്നെ അർബൻ ലൈഫിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് വേറെ കുറച്ച് ക്യാരക്ടേഴ്സ്, അങ്ങനെയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഹോരി മെഹത്തോടെ ഫാമിലി, അതായത് പെസൻസ് ആൻഡ് റൂറൽ സൊസൈറ്റീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളവരുടെ കഥ എന്ന് നോക്കാം. അതിനുശേഷം മറ്റേത് പറഞ്ഞുതരാം. ആൻഡ് ഇവിടെ ഞാനൊരു നോട്ട്ബുക്കിൽ ചെറുതായിട്ട് ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ എഴുതിയിട്ട് ഒരു മാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എത്ര നല്ലതൊന്നും അല്ല, പക്ഷേ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതിൽ നിന്ന് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത്. ഓക്കെ, മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആൻഡ് ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് പോകാം. സോ ഇവിടെ നോക്കിക്കേ, ഇതിൽ ഹോരി ആൻഡ് ധാനിയ എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവളൊരു കപ്പിളാണ്. ഓക്കെ, അവർക്ക് 3 മക്കളാണുള്ളത്: രൂപ, സോന, ഗോപാർ. ഈ ഗോപാറിൻ്റെ വൈഫാണ് ജൂനിയ. ഇവൻ്റെ കൂടെ ഒളിച്ചോടി വന്നതാണ് കല്യാണത്തിന് മുന്നേ തന്നെ പ്രഗ്നൻ്റ് ആയിട്ട്. ജൂനിയ ഓൾറെഡി ഒരു വിഡോ ആണ്. ഓക്കെ, ആദ്യം ഒരു കല്യാണം കഴിച്ച ഹസ്ബൻഡ് മരിച്ചുപോയ സ്ത്രീയാണ്. ഗോപാർ ഈ ജൂനിയയുടെ അച്ഛൻ ഭോലയുടെ കയ്യിൽ നിന്നൊരു പശുവിനെ ഇവൻ്റെ അച്ഛൻ ഹോരിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ ചെല്ലുകയും അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ അവിടെ ചെന്ന് ഇവളെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ സ്നേഹത്തിലായാണ് ഇവൾ പ്രഗ്നൻ്റ് ആകുന്നത്. ആൻഡ് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഗോപാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവളെ കൊണ്ടുവന്ന് വീടിൻ്റെ പരിസരത്ത് വിട്ടിട്ട് ഇവനങ്ങ് പോകും, സിറ്റിയിലേക്ക് അങ്ങ് പോയിക്കളയോ, ഒളിച്ചോടി പോയിക്കളയോ അങ്ങ്. പക്ഷേ ഈ ഹോരി ആൻഡ് ധാനിയ ഇവൾക്ക് അവിടെ അഭയം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജൂനിയയ്ക്ക് അവിടെ അവരുടെ വീട്ടിൽ ഒരു പ്ലേസ് കൊടുക്കും സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ മകൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ചിട്ട്. ഓക്കെ, ദെൻ ഹോരിയുടെ ബ്രദറുണ്ട് ഹീര, അയാളുടെ വൈഫ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു സൈഡിലോ സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സ്. ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് ഈസ് ഫ്രം എ പോയിന്റ് വെയർ ഹോരിക്ക് ഒരു കൗവിനെ വാങ്ങിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയാണ്. ഓക്കെ, എല്ലാ പെസൻസിനും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് ഇതുപോലൊരു ക്യാറ്റിലിനെ ഓൺ ചെയ്യുക എന്നുള്ളതൊക്കെ. സോ ഈ ഹോരി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഭോലയുടെ അടുത്ത് പോയിട്ട്, ഭോല ഇങ്ങനെ കൗവിനെയും ഓക്സിനെ അങ്ങനത്തെ ഇതിനൊക്കെ വിൽക്കുന്ന ഒരു ഹേർഡിൻ്റെ ഓണറാണ്. അവിടെ ചെന്നിട്ട് ഈ ഒരു 80 റുപ്പീസിൻ്റെ ഡെപ്റ്റിൽ, പൈസ മുഴുവൻ കൊടുക്കത്തില്ല, 80 രൂപ കടം പറഞ്ഞിട്ടാണ് ഒരു കൗവിനെ വാങ്ങിക്കുന്നത്. ഓക്കെ, സോ ആൻഡ് ഈ ഒരു ഹോരി അയാളുടെ ബ്രദർ ഹീരനെ ഒരു 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അത് അവർക്ക് ഇടയിൽ വലിയൊരു വഴക്കുണ്ടാകാനുള്ളൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ ഹോരി മനഃപൂർവ്വം ചെയ്യുന്നതോ അല്ലെങ്കിൽ അയാളൊരു കൊള്ളരുതാത്ത മനുഷ്യനായതുകൊണ്ടല്ല അങ്ങനെ ചെയ്യുന്നത്, അയാളുടെ നിസ്സഹായാവസ്ഥ കൊണ്ടാണ്. ഓക്കെ, ഒരു 10 രൂപ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം, അതൊരു അത്യാവശ്യമായിരുന്നു ആ ഒരു സമയത്ത്, അങ്ങനെ ചെയ്തു പോകുന്നതാണ്. കാരണം ഹോരിയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഈ ഒരു കൗവിനെ അവരുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കായിട്ട് വാങ്ങിച്ചാണ്, അതിൽ നിന്ന് ഈ ഹീരയ്ക്കും വൈഫിനും ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു 10 രൂപ ഇവർക്ക് തന്നാൽ എന്താ എന്നൊരു മൈൻഡ് ഇയാൾക്കുണ്ട്. ആൻഡ് ഓൾസോ പ്ലസ് ഒരു നെഗറ്റീവ് സൈഡും അവിടെ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്ര ഭയങ്കര വലുതല്ലെങ്കിൽ പോലും ഹോരിക്ക് ഈ ഒരു സാധനം, ഈ ഒരു കൗവിൻ്റെ ഫുൾ കൺട്രോൾ അയാളുടെ അണ്ടറിലായിരിക്കണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റും കൂടി ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ ഹീരയ്ക്കും വൈഫിനും ഇയാളിങ്ങനെ പൈസ ചോദിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അതിനെ തുടർന്ന് അവർ തമ്മിൽ വഴക്കാകും. ഹോരിയുടെ വൈഫ് ധാന്യ ആൻഡ് ഹീരയുടെ വൈഫ് തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ഹീര ഔട്ട് ഓഫ് ജലസ് ഈ ഹോരീൻ്റെ കൗവിനെ വിഷം കൊടുത്തിട്ട് കൊല്ലും, എന്നിട്ട് ഒളിച്ചോടി പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ഈ ഹോരിക്ക് ഇയാളോട് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അനിയനല്ലേ, പോലീസൊക്കെ അവനെ തിരക്കി വരുന്ന സമയത്ത് അത്ര
ഹാർഷായിട്ടൊന്നും അല്ല, ഇയാൾ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പോലീസിന് ബ്രൈബ് കൊടുക്കും, അതും കടം വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു യങ്ങർ ബ്രദറിൻ്റെ പേര് അതിൽ നിന്ന് ക്ലിയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ജൂനിയ, അതായത് നമ്മളുടെ ഈ ഭോലയുടെ മകൾ, അതായത് വിഡോ ആണെന്ന് നമ്മൾ പറഞ്ഞു, ഗോപാറിൻ്റെ കൂടെയാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൾ പ്രഗ്നൻറ്റും ആണ്. സോ ഇവളെ ഈ വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്തതിൻ്റെ പേരിലും ഈ പഞ്ചായത്ത് സഭ കൂടിയിട്ട് ഈ നമ്മളുടെ ഹോരിക്കും ഫാമിലിക്കും എതിരെ അവർ കുറേ സംസാരിക്കുകയും അവളെ ഇറക്കി വിടണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ അവർ ചെയ്യത്തില്ല, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവളെ അവരുടെ ഡോട്ടറിലോ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് തന്നെ അവിടെ താമസിപ്പിക്കുമെന്നൊക്കെ പറയും. ആൻഡ് അത് കാരണം ഇവരെന്ത് ചെയ്യും, വീണ്ടും ഈ വില്ലേജ് പഞ്ചായത്ത് ഫൈൻ അടയ്ക്കാൻ പറയും. ഒരു എന്താ പറയുന്നത്, പണ്ഡിറ്റ് അയാളാണ് ഇവരോട് പറയുന്നത്, ഈ ജൂനിയയ്ക്ക് ഷെൽട്ടർ കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ കൂടി അപമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഫൈൻ അടച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ടും ലോൺ എടുക്കേണ്ടി വരും. ഓക്കെ, ദേ ആർ കമ്പൽഡ് ടു ടേക്ക് എ ലോൺ ആൻഡ് പേ ദ പെനാലിറ്റി. സോ ഹോരി ഇപ്പോൾ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഡെപ്റ്റിലാണ്. ലോക്കൽ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബ്രൈബ് കൊടുത്തായിക്കോട്ടെ, നമ്മളുടെ കൗന വാങ്ങിച്ച കടമായിക്കോട്ടെ. കൗന വാങ്ങിച്ച കടത്തിൻ്റെ പേരിൽ ഈ ബോല വന്നിട്ട് ഇയാൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കാള, അതിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ കാളേനെ പിടിച്ചുകൊണ്ട് പോകാൻ വരുമ്പം ഈ ബോല പറയുന്നുണ്ട്, അയാളുടെ സ്വന്തം മകളായിട്ടുള്ള ജൂനിയനെ നിങ്ങൾ ഇറക്കി വിടുവാണെങ്കിൽ ഓക്കെ, ഞാനത് ക്ഷമിക്കാം, ഞാൻ കുറച്ച് നാളോടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ പക്ഷേ അവൾക്ക് ഇവിടെ അഭയം കൊടുക്കരുത്, അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നൊക്കെ പറയും. പക്ഷേ അത് കേൾക്കത്തില്ല. ഹോരി ആൻഡ് ദാനിയ അവളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻഡ് അങ്ങനെ ഇവരുടെ ഓക്സിനെ അവിടെ നിന്ന് അയാൾ വന്നിട്ട് ബലമായിട്ടൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സോ ഈ ഒരു അയാൾക്ക് കല്യാണം കഴിക്കാത്ത 2 ഡോട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ രൂപ എന്ന് പറയുന്ന ഡോക്ടറിനെ എന്താ ചെയ്യുക, 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് അയാളുടെ ഒരു ആൻസിസ്റ്റർ ലാൻഡിനെ ഓപ്ഷൻ ചെയ്ത് പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് അയാൾ ആ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അയാൾക്ക് ലാൻഡ് ടാക്സ് ഒന്നും അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു മകളെ അയാൾ കല്യാണം കഴിച്ച് അയക്കുന്നുണ്ട്. ഈ ഒരു 200 രൂപ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അയാളുടെ ഗ്രാൻഡ് സൺ, അതായത് നമ്മുടെ ആരാ പറയുന്നത്, അവൻ്റെ പേരെന്താ, ഗോപാറിൻ്റെ കുഞ്ഞിന് ഒരു കുറച്ച് അവൻ്റെ സ്വന്തം കൗവിൽ നിന്ന് കൊടുക്കുന്ന പാല് കൊടുക്കണം, അങ്ങനെയുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ അയാളെ കൊണ്ടെത്തിക്കുന്നത് സ്വന്തം മരണത്തിലേക്കായിരുന്നു. ഓക്കെ, ആ ഒരു എക്സസീവ് വർക്ക് കാരണമാണ് അയാൾ മരിക്കുന്നത്. ആൻഡ് അയാൾ മരിക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ദാനിയ എന്താ ചെയ്യുന്നത്, അവളുടെ കയ്യിൽ സേവ് ചെയ്ത് വെച്ചിരുന്ന ഒരു 1.5 രൂപ എടുത്തിട്ട് ഹോരിനെ കൊണ്ടിട്ട് പ്രീസ്റ്റിൽ ഒരു കൗവിനെ ഡൊണേഷൻ കൊടുക്കുന്നതിന് പകരമായിട്ട് ആ പൈസ നേർച്ച പോലെ ഇങ്ങനെ കൊടുക്കും. ആൻഡ് ഇത് ഇവഞ്ച്വലി അയാളുടെ ഒരു കൗവിനെ ഓൺ ചെയ്യണം എന്നുള്ള ഒരു ട്രഡീഷണൽ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ആ ഒരു ₹200 അയാളുടെ സണ്ണിലോയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് അയാൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പോലും, സോ അയാൾ മരിക്കുന്ന സമയത്ത് പാർഷ്യലി അയാളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു, ചിലതൊന്നും നടന്നിട്ടില്ലായിരുന്നെങ്കിലും എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത്. സോ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങളുടെ ആൻസറിലൊക്കെ എഴുതാൻ പറ്റുന്നതാണ്, ശ്രദ്ധിച്ചേക്കുക. ഹോരി ഈസ് ഷോൺ ആസ് എ ടിപ്പിക്കൽ പുവർ പെസൻറ്റ് ഹൂ ഈസ് ദ വിക്ടിം ഓഫ് സർക്കംസ്റ്റാൻസസ് ആൻഡ് പൊസസ് ഓൾ ദ ഡെഫിഷ്യൻസീസ് ഓഫ് കോമൺ മാൻ. അതായത് ഒരു സാധാരണക്കാരന് ഉണ്ടാവാൻ പറ്റുന്ന എല്ലാ നെഗറ്റീവ് സൈഡും ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഹോരി. ബട്ട് despite all this, he stands by his honesty, duties and judgment when time requires. He is shown dead partially satisfied and partially unsatisfied. Okay, ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും ചില ഡീറ്റെയിൽസ് പോലെ പറഞ്ഞുതരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് കഥയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഓക്കെ, ഫസ്റ്റ് തന്നെ പറയുന്നത് ഹോരിനെ പറ്റിയിട്ടാണ്. ഹോരി ഒരു പെസൻ്റാണ്, ഹു ഈസ് മാരീഡ് ടു ദാനിയ, 2 മക്കളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു റൈറ്റിയസ് ആയിട്ടുള്ളൊരു മാനാണ്. ഈവൻ ദോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു റൈറ്റിയസ്നെസ്, അതായത് അയാളുടെ ഹോണസ്റ്റി പോലുള്ള സംഭവങ്ങൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നൊരു മനുഷ്യനാണ് അയാൾ. ഓക്കെ, ആൻഡ് ഇയാൾക്ക് 2 യങ്ങർ ബ്രദേഴ്സാണുള്ളത്. നമ്മൾ ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ ഈ ഹീരേൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മൂത്ത മകൻ എന്നുള്ള നിലയിൽ അയാളുടെ ഡ്യൂട്ടി ആയിട്ടാണ് കാണുന്നത് ഈ യങ്ങർ ബ്രദേഴ്സിനെയും കൂടി സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം അയാളുടെ പശുവിനെ കൊന്നിട്ട് പോലും അതുകൊണ്ടാണ് അയാൾ ആ പോലീസ് ഓഫീസേഴ്സിനെ ബ്രൈബ് ചെയ്തിട്ട് സ്വന്തം അനിയനെ രക്ഷിക്കാൻ നോക്കുന്നത്.
ഇയാളെന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റി ലൈഫിലേക്ക് വളരെയധികം ബൗണ്ട് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഓക്കെ, സോ ഹി കൺസിഡർ ദ വെർഡിക്റ്റ് ഓഫ് ദ പഞ്ചായത്ത് ഫൈനൽ. അവരെടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും അത് അന്തിമമാണെന്ന് വിശ്വസിക്കുകയും അതിനെ അങ്ങ് അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൗ മരിച്ചു പോയതിൽ അദ്ദേഹത്തിന് പെനാൽറ്റി ഫൈൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആ ജൂനിയറിനെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തതിന് പെനാൽറ്റി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹം അങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഭയമുണ്ട്. ഹി മൈറ്റ് ബി ഓർഫൻഡ് ടു ബി ഔട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഹെൻസ് അക്സെപ്റ്റ് ദ പെനാൽറ്റി ലെവീഡ് ബൈ ദ പഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ എന്താണ്, എല്ലാവരും കൂടെ അയാളെ ഒറ്റപ്പെടുത്തുമോ അതല്ലെങ്കിൽ അയാളെ അവിടുന്ന് എന്താ പറയുക കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കുമോ, അങ്ങനത്തെയൊക്കെ ഒരു സ്ട്രഗിൾസും കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് എന്ത് വന്നെന്ന് പറഞ്ഞാലും ആ ഒരു കാര്യങ്ങളൊക്കെ അവർ പറയുന്ന ഉടനെ തന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് ദാനിയയുടെ കൺസെപ്റ്റ് നേരെ ഓപ്പോസിറ്റാണ്. അത് അവളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവേ. അതുപോലെ തന്നെ ഹോരയുടെ നന്മ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബോല വന്നിട്ട് ഇയാളുടെ ഓക്സിനെ ഒരു ഇതായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആ മരുമക്കളെ പുറത്താക്കാൻ അയാൾ സമ്മതിക്കത്തില്ല, പകരം അതിന് തിരിച്ചു കൊടുക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ വളരെ കൈൻഡ് ആൻഡ് ജനറസ് ആണ് അയാളെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് സെലിയ എന്ന് പറഞ്ഞിട്ട് SELIYA സെലിയ എന്ന് പറഞ്ഞിട്ട് ഒരു കോബ്ലറിൻ്റെ ഡോട്ടറിനെ മെറ്റാദിൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മിൺ എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു പെൺകുട്ടിയാണ് സെലിയ എന്ന് പറയുന്നത്. അവൾക്കും ഇവരുടെ വീട്ടിൽ ഇയാൾ അഭയം കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് ഷോസ് എത്രത്തോളം നല്ലവരാണ് ഹോരി ആൻഡ് ദാനിയ എന്ന് പറയുന്ന ആ ഒരു കപ്പിൾസ്, അത്രത്തോളം കൈൻഡ് ആൻഡ് ജനറസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇനി ദാനിയയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹോരിയുടെ ഇത്രയും നന്മകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞതെങ്കിലും നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ടിപ്പിക്കൽ മാൻ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ പുവർ പേഴ്സൺസിന് ഉണ്ടാവാൻ പറ്റുന്ന എല്ലാ ഡെഫിഷ്യൻസീസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ കുറച്ച് ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ദാനിയയുടെ സൈഡ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ദാനിയ ഒരു ഡിവോട്ടഡ് വൈഫാണെന്നാണ് പറയുന്നത്. ഷീ ഓൾസോ ഈസ് എ അപ്രൈറ്റിയസ് പേഴ്സൺ, ഗോഡ് ഫിയറിംഗ് ആണ്. ബെല്ലാരി വില്ലേജ് ഇൻ ഉത്തർപ്രദേശാണ് ഇവരുടെ ആ നാട്. ഓക്കെ, ആ വില്ലേജ് എന്ന് പറയുന്നത് ബെല്ലാരി വില്ലേജ്, BELARI അതാണ് സ്പെല്ലിങ്. ഉത്തർപ്രദേശിലാണ് അത് വരുന്നത്. ഓക്കെ, അവൾക്ക് 36 വയസ്സാണ്. ദാനിക്ക് ഒരു മകനും 2 പെൺകുട്ടികളും ഉണ്ട്. പിന്നെന്താ പറയുന്നത്, സോ ഈ ഒരു 36 വയസ്സിലെ തന്നെ അവളുടെ മുടിയൊക്കെ മോസ്റ്റ് ഓഫ് ദ എണ്ണം നരച്ച് അവളുടെ മുഖത്ത് ചുളിവുകളൊക്കെ വന്ന് എന്താ പറയുന്നത് പ്രായം നേരത്തെ എത്തിയെന്നാണ് പറയുന്നത്. അവളുടെ ലൈഫിൻ്റെ കഷ്ടപ്പാടുകളും ആ ഒരു പോവേർട്ടിയുടെയൊക്കെ കൂടുതലും കൊണ്ട് പ്രായം നേരത്തെ ആയൊരു സ്ത്രീയാണ് അവളെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അവളുടെ 20 years ഓഫ് മാരീഡ് ലൈഫിൽ അവൾക്ക് ഒരിക്കലും ഫുള്ളി മനസ്സിലായിട്ടില്ലെന്നാണ് പറയുന്നത്. ഈവൻ ഇഫ് ഷീ ലിവ്സ് എ മിസറബിൾ ലൈഫ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലിക്വിഡേറ്റ് ദ ഡെപ്ത് ഓഫ് ജമീന്ദാർ. അതായത് ഈ പഞ്ചായത്തിലുള്ള ഒഫീഷ്യൽസിൻ്റെയൊക്കെ അവൾ എത്രത്തോളം അവർ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും അവർക്കത് കംപ്ലീറ്റ്ലി ഡെപ്റ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓരോ കാരണങ്ങൾ കണ്ടെത്തി പിന്നെയും ഇങ്ങനെ അവരൊക്കെ ഫൈൻ കൊടുത്തോണ്ടേ ഇരിക്കുമല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇവളുടെ ഹസ്ബൻഡ് ഹോരി അവർക്കൊരു അടിമയെ പോലെ ഇങ്ങനെ നിന്നോടുന്നത് എപ്പോഴും ഈ ജമീന്ദാറിൻ്റെ ഫീറ്റിൽ കിടക്കുന്നത് അവൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ആ ഒരു കാര്യത്തിൽ അവൾക്ക് എപ്പോഴും അവളുടെ ഹസ്ബൻഡുമായിട്ട് എന്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കിയേ, ഹെർ മൈൻഡ് വുഡ് ഓഫൻ റിബൽ അഗെയിൻസ്റ്റ് സച്ച് a state of affairs, but a few scoldings from her husband would jolt her back into reality. അവൾ ഇങ്ങനെയൊക്കെ വിചാരിച്ച് അതിനെ ഒപ്പോസ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുമെങ്കിലും ഹോരിയുടെ 2 വഴക്ക് പറഞ്ഞുള്ള ചാട്ടത്തിൽ വീണ്ടും അവൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്ന പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഹോരിയുടെ ബ്രദർ ഹീര അവളുടെ കൗവിനെ പോയിസൺ ചെയ്ത് കൊല്ലുന്ന സമയത്ത് അവൾ വളരെയധികം ഷോക്ക്ഡ് ആവുന്നുണ്ട്. കാരണം ഹീരേനെ കുഞ്ഞിലെ മുതലേ ഒരു അമ്മേനെ പോലെ കെയർ ചെയ്തിട്ട് ബ്രൗട്ടപ്പ് ചെയ്തുകൊണ്ട് വന്നത് ഇവളായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് അവൾ ഇങ്ങനെ വിചാരിച്ചിട്ട് അവനോട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഹോരി ഇവളെ എടുത്തിട്ട് ശരിക്കും ഉപദ്രവിക്കും. ഓക്കെ, നല്ല വൃത്തിക്ക് ഉപദ്രവിക്കും. കാരണം അയാൾക്ക് ഈ ഒരു മാറ്റർ പോലീസിൻ്റെ അടുത്തോട്ട് എത്തണ്ടായിരുന്നു. ആൻഡ് എവറി ടൈം ഹോരി ദാനിയാനെ അബ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് കുറേ കൂടി അവളങ്ങ് ചുരുങ്ങി കൂടി ഇരുന്നിട്ട് അടി മൊത്തം വാങ്ങിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ വില്ലേജേഴ്സൊക്കെ എന്ത് ചെയ്യും, ഇവരെ പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോരലൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് വരുന്ന മട്ടിൽ വന്നേച്ചു സൈഡിൽ മാറി നിന്ന് ഇതൊരു ഫണ്ണ് പോലെ കണ്ട് ചിരിക്കുന്ന പറയുന്നത്. ആൻഡ് അവിടുത്തെ പണ്ഡിറ്റായിട്ടുള്ള ദത്താദിൻ, നേരത്തെ നമ്മളൊരു സിലിയയുടെ കാര്യം പറഞ്ഞില്ലേ, ഇയാളുടെ മകനാണ് ആ മെത്താദിൻ. ഓക്കെ, മെറ്റാദിൻ, ഇയാൾ ദത്താദിൻ, DATADIN. ഓക്കെ, ഈ ഒരു ദത്താദിൻ ഒരു സെൽഫ് അപ്പോയിൻറ്റഡ് വെറ്റിനറി ആണെന്നാണ് പറയുന്നത് ആ ഒരു വില്ലേജിൻ്റെ ഒരു കാരണവരെ പോലെ. ആൻഡ് അയാൾ വന്നിട്ട് ഹോരിയോട് പറയും, നിനക്ക് നാണമില്ലേ വീട്ടിലെ ലക്ഷ്മിയെ ഇങ്ങനെ ഇട്ട് അടിക്കുന്ന ആ നശിച്ച ഹീരയുടെ ഷാഡോ നിൻ്റെ മേളിലും വീണോ. അത് ഹിൻഡ് ചെയ്യുന്നത് ഹീര അയാളുടെ വൈഫിനെ അടിക്കാറുണ്ടെന്നായിരിക്കും.
ആൻഡ് അത് കേട്ടിട്ട് ഹോരി ഭയങ്കര ദേഷ്യത്തിലങ്ങ് പറയും, ഞാൻ ഇവളെ ഒരു പാഠം പഠിപ്പിക്കുന്നവരെ റെസ്റ്റ് ചെയ്യത്തില്ല, ഞാൻ അവളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പോട്ടെന്ന് വിചാരിച്ചിട്ട് ഓവർലുക്ക് ചെയ്ത് വിടുമ്പോൾ അവളെൻ്റെ തലയിൽ കയറി നിരങ്ങുവാണ്, ഞാൻ ഇന്ന് ഇവളെ ഒരു പാഠം പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, സോ അത് കേട്ടിട്ട് ധാനി ഇങ്ങനെ ടിയർഫുൾ ഐസായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇയാൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഇയാൾ ഇങ്ങനെയാണ് എനിക്ക് റിവാർഡ് തരുന്നതെന്ന്. ഓക്കെ, ഹോരി ഇങ്ങനെ ചെയ്യുന്നത് ധാനിയായിട്ടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, പക്ഷെ മറിച്ച് ഹി ഡസൻറ്റ് വാണ്ട് ടു ഹിസ് ബ്രദർ ടു ഗെറ്റ് കോട്ട്. ഓക്കെ, പോലീസ് അവനെ വന്ന് പിടിക്കണം എന്ന് ഇയാൾക്ക് ആഗ്രഹമില്ല, അതുകൊണ്ടാണ്. ഇത്രയെല്ലാം അടി കിട്ടിയിട്ടും ഉപദ്രവമൊക്കെ കിട്ടിയിട്ടും ധാനി അവൾക്ക് ഉണ്ടായ ആ ഒരു കൗവിനെ കൊന്ന് അവൾക്ക് നേരെ വന്ന ആ ഒരു ഇൻസിഡൻറ്റ് പുറത്തു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ആൻഡ് ഇവള് പോലീസിനെ ഇൻഫോം ചെയ്യുന്നുണ്ട് ഈ കൗവിനെ ഇവനാണ് കൊന്നതെന്നുള്ള കാര്യത്തിൽ. ആൻഡ് പോലീസ് വരുമ്പോഴാണ് ഈ അനിയൻ്റെ വീട്ടിൽ കയറിയിട്ട് അവരെ സെർച്ച് ചെയ്യാൻ സമ്മതിക്കാതെ ഹോരി ബ്രൈബ് ചെയ്തിട്ട് അവരെ ഇതാക്കുന്നത്. ആൻഡ് ധാനി അന്നേരവും ഇങ്ങനെ ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അല്ല, ഇത് പറ്റത്തില്ല, ഇത് നിങ്ങൾ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഇത് കേട്ടിട്ട് ഈ ഹോരി ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഇവളെ വീണ്ടും എടുത്തിട്ട് അടിക്കാൻ വരുമ്പോൾ ഇവരുടെ മകൻ ഗോപാർ, ആ സമയത്ത് ഇവൻ അവിടെ ഉണ്ട്. ഓക്കെ, ഗോപാർ എന്ത് ചെയ്യുന്നു, അച്ഛൻ്റെ ഇങ്ങനെ തിരിച്ച് കയറി നിൽക്കും, ഇങ്ങനെ അടിക്കരുത്, എൻ്റെ അമ്മ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേരി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ധാനിയെ പറയുന്നുണ്ട്, അനിയൻ്റെ വീട്ടിൽ പോലീസുകാർ വന്നിട്ട് സെർച്ച് ചെയ്യുന്നത് ഇയാളൊരു ഡിസ്ഹോണേർഡ് ആയിട്ടാണ് കാണുന്നത്, പക്ഷേ സ്വന്തം വൈഫിനെ എല്ലാവരുടെ മുമ്പിൽ, ആ ഒരു ഹോൾ വില്ലേജിൻ്റെ മുന്നിൽ എടുത്തിട്ട് അടിക്കാൻ ഇദ്ദേഹത്തിനൊരു മടിയുമില്ല, ഇതാണ് ഒരു ഹോണറബിൾ മാൻ്റെ ബിഹേവിയർ എന്ന് ചോദിക്കുന്നുണ്ട്. സോ അവളുടെ ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറച്ച് ലൈൻസ് ഞാൻ വായിക്കാം. ദാനിയ സ്റ്റാൻഡ്സ് ബൈ വാട്ട് ഷീ തിങ്സ് ഈസ് കറക്റ്റ് ആൻഡ് ഹെർ ധർമ്മ. ഓക്കെ, അവൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിലും അവളുടെ ധർമ്മയ്ക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിലും അവൾ ഉറച്ചു നിൽക്കാറുണ്ടെന്നും. റാദർ ദാൻ ദ ട്രഡീഷണൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, സാധാരണയായിട്ട് ശീലിച്ചു വന്നിരുന്ന ഒരു പ്രിൻസിപ്പിൾ അങ്ങനെ അല്ലെങ്കിൽ പോലും. ഷീ റേസസ് ഹെർ വോയിസ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ഡൺ ടു ഹെർ ഫാമിലി, much against the wish of her husband Hori. She even gets the beating from him but does not remain silent against injustice. The public beating of Dania strains the relationship of Hori and Dania. Even Gobar is annoyed and started avoiding his father. After a few days, Hori falls prey to malaria and get bedridden for a month. ഓക്കെ, അങ്ങനെ ഹോരിക്ക് കുറച്ച് നാൾക്ക് ശേഷം മലേറിയ വരുന്നെന്നാണ് പറഞ്ഞത്. അത്രയും നാൾ ഈ അടി വഴക്ക് കാരണമൊക്കെ അയാളും ഹോരിയും ധാനിയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ കുറച്ച് വിള്ളലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ അങ്ങനെ ആണെങ്കിൽ പോലും അയാൾ സിക്കാവുന്ന സമയത്ത് അവൾ അയാളെ നല്ലപോലെ ശുശ്രൂഷിക്കുന്നുണ്ട്. കുറച്ചൊന്ന് ബെറ്ററായി കഴിയുമ്പോൾ അയാൾ അഡ്മിറ്റ് ചെയ്യുന്നുമുണ്ട്, ഞാൻ എൻ്റെ സെൻസിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്, നിന്നെ അടിച്ചതിന് ശേഷം എനിക്കുണ്ടായ പെയിൻ നിനക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല, എന്താ പറയുന്നത്, നീ എന്നോട് ക്ഷമിച്ചു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ദാനി അയാൾക്ക് ക്ഷമിച്ചു കൊടുക്കുന്നുണ്ട്. ഷീ ഈസ് കൈൻഡ് ഹാർട്ടഡ് ദാറ്റ് ഷീ ഫോർഗീവ് സോറി. ഓക്കെ, ആൻഡ് എത്രത്തോളമൊക്കെ അവൻ ഇൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അവളെയെങ്കിലും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തള്ളിയിട്ടുണ്ടെങ്കിലും ഒക്കെ ഷീ ടേക്സ് ഗുഡ് കെയർ ഓഫ് ഹിം. വെൻ എവർ ഹി ഫേസസ് എനി പ്രോബ്ലം, അത് എപ്പോഴായിക്കോട്ടെ അപ്പോഴൊക്കെ അയാളുടെ കൂടെ തന്നെ നിന്നിട്ട് അതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ ആത്മവിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയും അയാളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, സോ ധാനിയനെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഷാർപ്പ് ടങ്ക്ഡ് ആണെന്ന് വിചാരിച്ചിട്ട് ക്രിട്ടിസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, പല കാര്യങ്ങളും അവൾ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്, എല്ലാവരും ക്ഷമിച്ചു വിടുന്നത് പോലെ പല ഇൻജസ്റ്റിസിനെയും അവൾ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അവളെ അങ്ങനെ ഒരു ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നത്. ആ ഒരു ജൂനിയാനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, പ്രഗ്നൻ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോഴും അവളെ അവിടേക്ക് സ്വീകരിക്കുന്നുണ്ട്, അവളുടെ ഡോട്ടറിലോ ആയിട്ട് അംഗീകരിച്ചുകൊണ്ട് അവിടേക്ക് സ്വീകരിക്കുന്നുണ്ട്. സോ ജൂനിയ ഒരു ലോ കാസ്റ്റ് ഗേളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ധാനി അവളെ അങ്ങനെ ഡോട്ടറിലോട്ട് അംഗീകരിച്ച് കയറ്റുന്നത്. ഷീ ഡസ് നോട്ട് ബ്ലെയിം ഓൺലി ജൂനിയ ഫോർ പ്ലേസിങ് ദം ഇൻ ആൻ എംബാരസിങ് പൊസിഷൻ. അവളുടെ മകനും അതേപോലെ തന്നെ ഈക്വലി റെസ്പോൺസിബിൾ ആണെന്ന് അറിയാം. ഓക്കെ, ഷീ ഈസ് എ കൈൻഡ് ആൻഡ് ലവിങ് മദർ ആൻഡ് സാക്രിഫൈസ് മച്ച് ഫോർ ദ സേക്ക് ഓഫ് ഹർ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. സോ ഇത്രയൊക്കെ ഞാൻ ധാനിയനെ പറ്റി പറയാൻ കാരണം ധാനിയയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് 1-2 തവണ, അതുകൊണ്ടാണ്. സോ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആൻസർ ഫ്രെയിം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ദെൻ ജൂനിയനെ പറ്റി പറയുന്നുണ്ട്. ജൂനിയ ആ ഡോട്ടർ ഇൻ ലോ ആണ്, ഓൾറെഡി ഒരു വിഡോ ആയിരുന്നു, ഖോബാറിൻ്റെ കൂടെ ഇറങ്ങി വരുന്നതാണ് അവൾ. ആൻഡ് ബോലയാണ് അവളുടെ അച്ഛൻ. ബെല്ലാരിയുടെ നെയ്ബറിങ് വില്ലേജ് സെമാരിയാണ് അവളുടെ വീടെന്ന് പറയുന്നത്. ഓക്കെ, സോ ഹോരിയുടെ മകൻ ഗോബാറിൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പിലായതിനു ശേഷം ഇവർ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. പക്ഷേ അവളുടെ അടുത്ത് ഫെയ്ത്ത്ഫുൾ ആയിരിക്കാം ടിൽ എൻഡ് എന്ന് പറഞ്ഞ് അവളെ ഇട്ടിട്ട് ടൗണിലേക്ക് ഓടിപ്പോകുകയാണ് ചെയ്യുന്നത്. വേറെ വഴിയില്ലാതെ അവൾക്ക് അവൻ്റെ വീട്ടിൽ ഒരു അഭയം തേടേണ്ടി വരുന്നു. ആൻഡ് കുറച്ച് കാലത്തിന് ശേഷം അവൻ തിരിച്ചു വന്നിട്ട് ഇവളുടെയും കുഞ്ഞിനെയും
കൂടെ ടൗണിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചിട്ട് ഇവൾ അവൻ്റെ കൂടെ പോകുന്നുണ്ട്. പക്ഷേ അവളെ ഒരു സെക്ഷൽ ടൂള് പോലെ ഗോപാർ കുറേ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് ഭയങ്കര ഒറ്റപ്പെടൽ പോലെയും ആരും സംസാരിക്കാനൊന്നുമില്ല, ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഡിപ്രസ്ഡ് അവസ്ഥയിലേക്ക് അവൾ പോകുന്നുണ്ട്. അവളുടെ ഈ മൂത്ത കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൾ വീണ്ടും പ്രഗ്നൻ്റ് ആകുന്നുണ്ട്. ആൻഡ് അതൊന്നും മൈൻഡ് ചെയ്യാതെ സ്റ്റിൽ അപ്പോഴും അവളെ ഒരു സെക്ഷലൈസ്ഡ് ടൂള് പോലെ ഈ ഹസ്ബൻഡ് ഉപയോഗിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഒരു തവണ ഈ കുഞ്ഞിനെ അവൾ ഇറക്കി വെളിയിൽ നിർത്തിയിട്ട് കഥ അടക്കി. ഈ കുഞ്ഞ് ഭയങ്കര അന്നോയിങ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അതായത് എപ്പോഴും ഇങ്ങനെ കരഞ്ഞിതാക്കി അവളെ ഇങ്ങനെ ഇതാക്കുന്ന പോലെ. മേ ബി ആ ഒരു ഡിപ്രഷനിൽ ചെയ്തു പോയതായിരിക്കാം. കൊച്ചിന് വെളിയിലിട്ട് കഥ അടച്ചിട്ട് ഇങ്ങനെ എനിക്കിനി പറ്റത്തില്ല എന്നൊക്കെ ഉള്ള മട്ടിലിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്തോ ഒരു അസുഖം വന്നിട്ട് ഈ കുട്ടി മരിച്ചു പോകുന്നുണ്ട്. അത് ഇവൾക്ക് ഭയങ്കര ഗിൽറ്റ് ഉണ്ടാക്കും. ഓക്കെ, അവൻ ജീവിച്ചിരുന്നപ്പോൾ അവൾക്ക് അധികമൊന്നും അവന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയില്ല, അവൾ ആ കുഞ്ഞിനെ അങ്ങനെ കണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു വിഷമത്തിൽ ഒരുപാട് ഗിൽറ്റ് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ഗോപാറിന് ഇല്ലാവുന്നുണ്ട്, അസുഖം വരുന്നുണ്ട്. അവൻ ഈ സിറ്റി ലൈഫിൽ തുടങ്ങിയ സമയത്ത് വളരെ നല്ല രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. മിർസ ഖുർഷീദ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവൻ ജോലി ചെയ്തിരുന്നത്. പിന്നീട് അവൻ്റെ സ്വന്തം ബിസിനസ് തുടങ്ങുകയും ആൾക്കാർക്ക് മണിയൊക്കെ കടം കൊടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ആ സമയത്തൊക്കെ അവൻ വില്ലേജിലേക്ക് വരുമ്പോൾ ഒരു ജെൻറ്റിൽമാനെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് പമ്പ് ഷൂസൊക്കെ ധരിച്ച് അങ്ങനെയായിരുന്നു വരുന്നത്. ആൻഡ് അവിടെ വന്നിട്ട് അവൻ്റെ അച്ഛനെയും ഒരുപാട് തവണ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ അനുഭവിക്കേണ്ട കാര്യമില്ല, ഈ ട്രഡീഷണൽ ബൈൻഡിങ്സിൽ ഇങ്ങനെ പെട്ട് കിടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സിറ്റിയിലേക്ക് പോയി ജീവിക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആൻഡ് വില്ലേജിൽ അവൻ്റെ അച്ഛന് വേണ്ടിയിട്ട് മണി ലെൻഡ് ചെയ്ത് കൊടുത്ത ഒരു ബ്രാഹ്മൺ പ്രീസ്റ്റിനെ അച്ഛനെ അയാൾ ദ്രോഹിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് കോർട്ടിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കുമെന്നും അയാൾക്കെതിരെ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. ആൻഡ് ഇതിന് അവൻ്റെ അച്ഛൻ അവനെ തന്നെ ബ്ലെയിം ചെയ്യുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവന് മനസ്സിലാകും ഹോരി എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗോഡ് ഫിയറിങ് മാനാണ്, അയാൾക്ക് ധർമ്മയുടെ എഗെയിൻസ്റ്റ് പോകാൻ പറ്റത്തില്ല. ആൻഡ് ആംഗ്രിയിലെ അവൻ ആ ഒരു ആംഗ്രിയിലാണ് ഇവർ ഈ വില്ലേജ് വിട്ട് പോകുന്നത് അവൻ്റെ വൈഫ് ജൂനിയനായിട്ട്. പക്ഷേ അവൻ്റെ ലിക്വറിൻ്റെയും ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള നേച്ചർ, ലിക്വറിനോടുള്ള അവൻ്റെ വീക്ക്നെസ്സും ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള അവൻ്റെ നേച്ചറുമാണ് അവൻ്റെ ജൂനിയനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിനെ തകർക്കുന്നത്. സോ ഹി റിയലൈസ് ഹിസ് മിസ്റ്റേക്ക് ഓൺലി വെൻ ഹിസ് ഡിവോട്ടഡ് വൈഫ് നേഴ്സസ് ഹിം ഡ്യൂറിങ് ദ ഇൽനെസ്. ആ ഒരു അസുഖത്തിൽ അവൾ അവനെ സംരക്ഷിക്കുമ്പോൾ മാത്രമാണ് അവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുകയോ അവളോട് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്ത് ജൂനിയ ജോലിക്ക് പോകാൻ തീരുമാനിക്കുകയും അങ്ങനെ അവൾ ജോലിക്ക് പോകുകയും സംവാട്ട് അവരുടെ ലൈഫ് അവിടുന്ന് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ജൂനിയർ ജോലിക്ക് പോയതിന് ശേഷമൊക്കെ ഇയാൾക്ക് അവളോട് ഭയങ്കര റെസ്പെക്റ്റാണ്. ഓക്കെ, ഈ ഒരു നോവലിൻ്റെ ഒരു ഫെമിനിസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഫെമിനിസത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് വല്ലതും വരുവാണെങ്കിൽ ഈ ഒരു ഇൻസിഡൻ്റൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ജൂനിയയുടെ കാര്യങ്ങൾ, ദാനിയയുടെ കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. ഓക്കെ, നേരത്തെ നമ്മളൊരു സിലിയയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ സിലിയ എന്ന് പറയുന്നത് ഒരു കോബ്ലർ കമ്മ്യൂണിറ്റിയിൽ, വില്ലേജ് ബെലാരിയിൽ തന്നെയുള്ളൊരു കോബ്ലർ കമ്മ്യൂണിറ്റിയിലുള്ളൊരു കുട്ടിയാണ്. വളരെ സിമ്മായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്, കാണാനൊക്കെ അത്യാവശ്യം നല്ല ആവളാണ്. ഓക്കെ, ആൻഡ് ഇവർ വർക്ക് ചെയ്തിരുന്നത് ദത്താദിൻ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ആ ബ്രാഹ്മൺ പ്രീസ്റ്റിൻ്റെ ഫീൽഡിലൊക്കെയാണ്. ഓക്കെ, അയാളൊരു ഗ്രീഡി ആയിട്ടുള്ളൊരു മണി ലെൻഡറാണ് ഈ ദത്താദിൻ എന്ന് പറയുന്നത്. ആൻഡ് അയാളുടെ മകനാണ് മെത്താദിൻ എന്ന് പറയുന്നത്. സോ ഈ മെത്താദിന് തുടക്ക സമയത്തൊക്കെ ഈ സീലിയോട് ഭയങ്കര അഫെക്ഷൻ ആയിരുന്നു, ഭയങ്കര ലവ് ആയിരുന്നു. അവളുടെ പുറകിന് നടന്ന് കെഞ്ചിയാണ് ഈ ഒരു പരിപാടി ഒപ്പിക്കുന്നതൊക്കെ. ആൻഡ് ഇവളുടെ അടുത്ത് മെത്താദിൻ പോകുന്നതൊക്കെ ദത്താദിന് അറിയാമെങ്കിലും അയാൾ പറയുന്നത് ആ ബ്രാഹ്മണന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെ സൈഡ് ബിസിനസ്സൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് സമയം വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സീലിയനെ ഇയാളിങ്ങനെ ദ്രോഹിച്ചത് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ അവളുടെ ഇങ്ങനെ വിക്റ്റിമാക്കിയത് അറിഞ്ഞിട്ട് അവളുടെ കൂട്ടത്തിലുള്ള 1-2 ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, മെത്താദിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അയാളുടെ വായിലോട്ടൊരു എല്ലും കഷ്ണം ഇങ്ങനെ തിരികെ കൊടുക്കും. ഇവരുടെ ഈ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അയാൾ പിന്നെ അശുദ്ധമായി. ഓക്കെ, അയാളെ പിന്നെ അവരുടെ കൂട്ടത്തൊന്നുമില്ല, ഒരു ഔട്ട്കാസ്റ്റിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് അയാൾക്ക് അങ്ങനെ ഒരുപാട് അയാൾ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും ബലിക്കത്തില്ല. അയാളുടെ സ്വന്തം ആൾക്കാർ തന്നെ ആ ഒരു ലോക്കാസിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അയാൾക്ക് അയാളുടെ മിസ്റ്റേക്ക് മനസ്സിലാകുന്നതും അയാൾ തിരിച്ച് ഈ ഒരു സീലിയൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് അവളോട് പറയും, എനിക്ക് എൻ്റെ മിസ്റ്റേക്സ് എല്ലാം മനസ്സിലായി, എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് നിൻ്റെ ആ ഒരു കാര്യങ്ങൾ എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അവരുടെ സ്റ്റോറി അങ്ങനെയാണ്. സോ ഇത്രയുമാണ് നമ്മളുടെ റൂറൽ സൈഡ് ഓഫ് സ്റ്റോറി ഈ ഒരു നോവലിൽ കാണിക്കുന്നത്.
നെക്സ്റ്റ് അർബൻ സൊസൈറ്റീനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി പോലെയാണ് കാണിക്കുന്നത്. ഒരു റായി സാഹിബ് ഒരു സമീന്ദാറാണ്. ദെൻ വൺ മിസ്സസ് മാലതി, മിസ്റ്റർ മെഹത്ത, മിസ്റ്റർ ഖന്നയുടെ വൈഫ് ഗോവിന്ദി, ഇത്രയും ആൾക്കാരെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഈ റായി സാഹിബിന് ഒരു മകനും ഒരു മകളുമാണുള്ളത്. ഓക്കെ, ആ മകളിനെ അയാൾ ഈ ഒരു സമീന്ദാറാന്ന് പറഞ്ഞില്ലേ റായി സാഹിബ്, അയാൾക്ക് അത്രയൊന്നും ഉള്ള സ്വത്തും മുതലും ഒന്നും പോരാന്ന് വിചാരിച്ചിട്ട് എഗെയിൻ അയാൾക്ക് എന്താണ് സ്വത്തും മുതലും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അയാളുടെ മകളെ എന്ത് ചെയ്യും, ഒരു റിച്ച് ജമീന്ദാറിന് വേണ്ടിയിട്ട് മാരി ഓഫ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അവളെ കല്യാണം കഴിപ്പിച്ചയക്കും. ആൻഡ് അതിൽ നിന്ന് അയാൾക്ക് വലിയ ക്ലെയിംസോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തത് കാരണം വീണ്ടും വേറൊരു ജമീന്ദാറിന്, അതിലും റിച്ച് ആയിട്ടുള്ളൊരു ജമീന്ദാറിന്, പൊളിറ്റിക്കലൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരാളിനെ കല്യാണം കഴിച്ചു കൊടുക്കും. അതൊരു കിളവനായിരിക്കും, അയാൾ ഒരു വിഡോവറും കൂടെയാണ്. ഓക്കെ, സോ അതിൽ നിന്ന് അയാൾക്ക് കുറച്ച് സ്വത്ത് മുതലൊക്കെ കൂടുതൽ കിട്ടുകയും അയാൾക്ക് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വരികയും ഇലക്ഷനിൽ നിന്ന് ജയിക്കുകയും മുനിസിപ്പൽ മിനിസ്റ്ററായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് രണ്ടാമത് അങ്ങനെ ഒരു കല്യാണ മകളെ കഴിപ്പിച്ചതിലൂടെ അയാളുടെ ആ പ്ലാൻസൊക്കെ വിജയിക്കുന്നു. ബട്ട് രണ്ടാമത് ഇനി സെക്കൻഡ്ലി അയാളുടെ മകൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇയാളുടെ ആഗ്രഹം എന്താണ്, അയാളുടെ മകനെ രാജാ സൂര്യകാന്ത് എന്ന് പറയുന്ന ഒരു ഫാമിലി, ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് അയാളുടെ മകൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മകൻ അതിന് വിസമ്മതിക്കും. അയാൾക്ക് സമ്മതമല്ലെന്ന് പറയും. കാരണം അയാൾ എന്താണ്, സരോജ് എന്ന് പറയുന്നൊരു വുമണുമായിട്ട് അഫെക്ഷനാണ്. ഓക്കെ, ഒരു ലവ് റിലേഷൻഷിപ്പിലാണ്. ഈ സരോജ് എന്ന് പറയുന്നത് നമ്മളുടെ മാലതി ദേവിയുടെ സിസ്റ്ററാണ്. മാലതി ദേവി ഒരു ഡോക്ടറാണ്. ആൻഡ് ഈ അവർ തമ്മിൽ കല്യാണം കഴിക്കുകയും ലണ്ടനിലേക്ക് അങ്ങ് പോവുകയും ചെയ്യും. വെറുതെ പോകുകയല്ല ചെയ്യുന്നത്, ഈ മോൻ അച്ഛൻ്റെ സ്വത്തിനകത്ത് അവനുള്ള അവകാശം ക്ലെയിം ചെയ്ത് അയാളുടെ മൊത്തം സ്വത്തും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഓക്കെ, അയാൾ അവസാനം ഒരു ഡെപ്റ്റിലാവുകയും മകൾ ഡിവോഴ്സ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവൻച്വലി ഈ റായി സാഹിബ് ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അയാൾ ഉള്ളത് ഈ ഒരു സ്റ്റോറിയുടെ എൻഡിലൊക്കെ. അയാളുടെ ആ ഒരു ക്രൂരതകൾക്കൊക്കെ നടുവിൽ, അയാളുടെ ഒരു ആക്രാന്തത്തിൻ്റെയും ഗ്രീഡിനെസിൻ്റെയും ഒക്കെ നടുവിൽ ലാസ്റ്റ് ഒന്നും അല്ലാതായി തീരുന്ന ഒരാളായിട്ടാണ് അയാളെ പോർട്രേ ചെയ്യുന്നത്. ദെൻ മാലതി എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. യൂറോപ്പിലാണ് എന്താ മിസ്റ്റർ കൗൽ എന്ന് പറയുന്ന ഒരാളുടെ 3 മക്കളിൽ ഒരാളാണ്. KUEL ആണ് കൗൽ. ആൻഡ് ഈ ഒരു സ്റ്റോറിയുടെ, അതായത് ഈ സെക്കൻഡ് സൈഡ് ഓഫ് സ്റ്റോറിയുടെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ കൂടിയാണ് ഇവൾ. ഖന്ന എന്ന് പറയുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ അയാൾ മാരീഡാണ്, ഗോവിന്ദൻ്റെ ഹസ്ബൻഡാണ്. അയാൾക്ക് ഇവളൊരു കണ്ണുണ്ട്. ഓക്കെ, ഇവളോട് ഫ്ലേർട്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവളത്ര മൈൻഡൊന്നും ചെയ്യത്തൊന്നുമില്ല. അതുപോലെ തന്നെ ഇവൾക്ക് ഇഷ്ടം ഈ മിസ്റ്റർ മെഹത്തേനെയാണ്. ആ ഒരു പ്രൊഫസറാന്ന് പറഞ്ഞില്ല, ആ പുള്ളീനെയാണ് ഇവൾക്കിഷ്ടം. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ലെസ്ഫുൾ അങ്ങനത്തെ ഒരു ഇഷ്ടമല്ല, ഒരു പ്യൂർ ലവ് ആണ് അതൊക്കെ. ഒരു അട്രാക്ഷൻ, ഇൻഫാക്ച്വേഷൻ ഒന്നും അല്ല, അട്രാക്റ്റഡ് ആണ് അവൾ അയാളിൽ. സോ ഇവൾക്ക് സോഷ്യൽ സർവീസസിലൊക്കെ വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. മാലതിക്ക് ഈ മെഹത്തേനെ ഇഷ്ടമാണെങ്കിൽ പോലും ഷീ റെഫ്യൂസസ് ഹിസ് മാരേജ് പ്രൊപ്പോസൽ. കാരണം അവൾക്ക് ആൾക്കാരെ, പുവറായിട്ടുള്ള ആൾക്കാരെയൊക്കെ സെർവ് ചെയ്യണമെന്നും, നമ്മളുടെ ഹോരിയുടെയൊക്കെ വില്ലേജിലേക്ക് ഈ ഒരു മാലതി മേഡം വരുന്നുണ്ട്. അവിടെ വന്ന് അവരുടെ ലൈഫ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര വിഷമം വരികയും അവർ റിയലൈസ് ചെയ്യുകയാണ് അവരുടെ ഈ ഒരു ജീവിതം അവർ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കല്യാണം മെഹത്തയായിട്ട്, ഈവൻ ദോ അവർ വളരെ സ്നേഹത്തിലാണെങ്കിൽ പോലും രണ്ടുപേരും കൂടെ മ്യൂച്വലി ഒരു ഡിസിഷൻ എടുക്കും, ഒരുമിച്ച് താമസിക്കാം, ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് താമസിക്കാം. ആൻഡ് അവർ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫ് മാറ്റിവെക്കുകയാണെന്നുള്ള രീതിയിലാണ്. ഓക്കെ, ആൻഡ് ഈ ഖന്നയുടെ വൈഫ് ഗോവിന്ദനിക്ക് ഈ മിസ്റ്റർ മെഹത്തയോടൊരു അട്രാക്ഷൻ പോലെയുണ്ട്. അത് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഖന്നയുടെ സ്വഭാവം ഈ പുള്ളിക്കാരത്തോടൊരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഖന്ന ഈ ഗോവിന്ദിനെ വളരെ ഒരു ഒപ്രസ്ഡ് സ്റ്റേറ്റിലാണ് അവളോട് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ് ഈ ഖന്ന എന്ന് പറയുന്നത്. ഒരു ഷുഗർ ഫാക്ടറി ഓൺ ചെയ്യുന്നുണ്ട്. മാരീഡ് ആണെങ്കിലും 3 മക്കളുടെ അച്ഛനാണെങ്കിലും ഇവൾക്ക് ആവശ്യമുള്ള ഗോവിന്ദനിക്ക് വേണ്ടുന്ന റെസ്പെക്റ്റ് ഒന്നും അയാൾ കൊടുക്കത്തില്ലായിരുന്നു. അയാൾക്ക് മാലതിയുമായിട്ട് ഫ്ലോട്ട് ചെയ്യണം, അവളുടെ പുറകിനായിരുന്നു അയാൾ നടക്കുന്നത്. ആൻഡ് ഒരു ഗോവിന്ദിനി എന്ന് പറയുന്ന ഭാര്യയിൽ അവൾക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്നോ അവളുടെ പ്ലസ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റാതെ പോയൊരു ഭർത്താവാണ് ഈ മിസ്റ്റർ ഖന്ന. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞില്ലേ, ഈ ഒരു ഇതിൽ വുമൻ്റെ ഓപ്പറേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സോ ഈ ഗോവിന്ദിനി അതിൻ്റെ ഒരു വിക്ടിം കൂടിയാണ്.
ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഇയാളുടെ ഷുഗർ ഫാക്ടറിയൊക്കെ നശിച്ചു പോവുകയും അയാൾ ലേബേഴ്സൊക്കെ ഇയാൾക്കെതിരെ തിരികെയൊക്കെ വരുന്നൊരു സംഭവം ഉണ്ടാകും. ഒരു ഫയർ ആക്സിഡൻറ്റിൽ അയാളുടെ ഷുഗർ ഫാക്ടറി മൊത്തം ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നുണ്ട്. ആ സമയത്ത് ഗോവിന്ദനെയാണ് അയാളുടെ കൂടെ നിന്ന് അയാളെ എൻകറേജ് ചെയ്ത് വീണ്ടും ആ ഒരു ഫാക്ടറി തുടങ്ങാനൊക്കെ അയാളെ സഹായിക്കുന്നതൊക്കെ. അങ്ങനെ അയാളുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കുകയും ഇവഞ്ച്വലി അയാളുടെ ഭാര്യനെ സ്നേഹിച്ചു തുടങ്ങുകയും അവളുമായിട്ടൊരു നല്ലൊരു ജീവിതം നയിക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഗോവിന്ദിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഒരു ഐഡിയൽ ഹിന്ദു വൈഫാണ് അവൾ. വെർച്വസ് ആണ്, വളരെ ടോളറൻ്റ് ആണ് അവളുടെ ഹസ്ബൻഡിൻ്റെ തെറ്റിനോടൊക്കെ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി മിസ്റ്റർ ഖന്നയ്ക്ക് അവളോട് ഇൻട്രസ്റ്റ് ഒന്നും വലുതായിട്ടില്ലായിരുന്നു. അവളിൽ എന്തൊക്കെ കുറ്റമുണ്ടോ അതെല്ലാം കണ്ടുപിടിക്കലായിരുന്നു അയാളുടെ പണിയെന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു ഗോവിന്ദിനിക്ക് ആ ഒരു ഡെസ്പറേഷനിൽ നിന്നാണ് നമ്മളുടെ മിസ്റ്റർ മെഹത്തയോടൊരു ഇൻഫാക്ച്വേഷനാണ്, ഇവൾക്കുള്ളതൊരു ഇൻഫാക്ച്വേഷനാണ്. ഓക്കെ, ആൻഡ് അത് മെഹത്ത അത്ര എൻജോയ് ചെയ്യത്തൊന്നുമില്ല, അത് എൻ്റർടൈൻ ചെയ്യത്തില്ല, അത് എൻകറേജ് ചെയ്ത് വിടത്തൊന്നുമില്ല. ലാസ്റ്റ് അതങ്ങ് സപ്രസ്ഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവളുടെ ഹസ്ബൻഡിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ശ്രദ്ധയും കാര്യങ്ങളൊക്കെ അവൾക്ക് കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു സൈഡിൽ നിന്ന് അവൾ മാറി നിൽക്കുകയും ചെയ്യും. സോ ഷീ ഈസ് എ മോറൽ സപ്പോർട്ട് ടു ഹെർ ഹസ്ബൻഡ് വെൻ ഷുഗർ ഫാക്ടറി ഗെറ്റ്സ് ഡിസ്ട്രോയ്ഡ് ഇൻ ഫയർ എന്നൊക്കെ പറയുന്നുണ്ട്. മിസ്റ്റർ മെഹത്തയുടെ കാര്യം പറയുകയാണെങ്കിൽ അയാളൊരു സ്കോളറാണ്, ലെക്ചറാണ്, ഫിലോസഫി ലെക്ചറാണ്. ദെൻ അദ്ദേഹത്തിനൊരു ഫിലോസഫിയിലൊക്കെ എന്തോ ബുക്ക് എഴുതുന്ന പോലത്തെ അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെയാണ്. മാലതിയെ പോലെ തന്നെ പുവറായിട്ടുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കാനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളും അതേപോലെ തന്നെ അതിൽ സോഷ്യൽ സർവീസസിലൊക്കെ ഒരുപാട് ഇടപെടുന്ന ഒരാളുമാണ്. ഈവൻ ദോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഫണ്ട്സ് മിസ്മാനേജ് ചെയ്യും. അതായത് ഓവർ ജനറസ്ലി പുവറായിട്ടുള്ള ആൾക്കാരെ സെർവ് ചെയ്തിട്ട് ഇദ്ദേഹത്തിനൊന്നും ഇല്ലാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ ഈ മാലതിയുടെ ഗൈഡൻസ് ഒക്കെ തരുന്നുണ്ട്. സോ ഈവൻ ദോ ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മാരിയിങ് മാലതി, ദേ ടു മ്യൂച്വലി എഗ്രി ടു റിമെയിൻ ആസ് ഫ്രണ്ട്സ് ആൻഡ് ലീവ് അണ്ടർ ദ സെയിം റൂഫ് എന്നാണ് പറയുന്നത്. സോ ഇവരുടെ ഈ ഒരു സെക്കൻഡ് സൈഡ് ഓഫ് സ്റ്റോറി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയും എക്സ്പ്ലോയിറ്റേഷൻസ് ഒക്കെ നടക്കാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും മൊറാലിറ്റിയിലല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയും വുമൻസിന് ഒപ്രഷൻ നേരിടേണ്ടി വരുന്നുണ്ട്. വില്ലേജ് ലൈഫിലായിക്കോട്ടെ അർബൻ സൊസൈറ്റിയിലായിക്കോട്ടെ രണ്ടിടത്തും ഒരേപോലെയാണ് ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് എന്ന് കാണിക്കാനാണ് ഈ രണ്ട് സൈഡ് ഓഫ് സ്റ്റോറീസ് അദ്ദേഹം നോവലിൽ കാണിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ റൂറൽ സൈഡിൽ എന്തൊക്കെയാണ് ഉള്ളത്? പോവർട്ടി, ഡെപ്റ്റ്, കാസ്റ്റ് ഒപ്രഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ഫാമേഴ്സ്, ഫിസിക്കൽ സഫറിങ് ആണ്. ആൻഡ് അർബൻ സൈഡിലേക്ക് വരുവാണെങ്കിലോ അവിടെ വെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ അംബീഷൻ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റായി സാഹിബിനെ പോലുള്ള ആൾക്കാരുടെ പൊളിറ്റിക്കൽ അംബീഷൻ, അതിനു വേണ്ടിയിട്ട് അവർ നടത്തുന്ന മോറൽ കറപ്ഷൻ, ഇമോഷണൽ എംപ്റ്റിനെസ്, മിസ്റ്റർ ഖന്നേനെയും ഗോവിന്ദിനെയൊക്കെ പോലുള്ള ആൾക്കാരുടെ ഇമോഷണൽ എംപ്റ്റിനെസ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ്, കന്നയുടെ ഷുഗർ ഫാക്ടറിയിലുള്ള ആൾക്കാരുടെ സ്ലേവേഴ്സിനെ പോലെ കണ്ടിട്ട് അവരുടെ എക്സ്പ്ലോയിറ്റേഷൻസ്. അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈവൻ ദോ ദേ ലുക്ക് ഡിഫറെൻറ്റ്, ബോത്ത് വേൾഡ് സഫർ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ എല്ലായിടത്തും ഉണ്ട് എന്ന് കാണിക്കാനും കൂടിയാണ്. പ്ലസ് പെസൻസിനെ വില്ലേജസിലൊക്കെയാണ് ജമീന്ദാർ, മണി ലെൻഡേഴ്സ്, പോലീസ് ഇവരൊക്കെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെങ്കിൽ സിറ്റീസിലാണെങ്കിൽ വർക്കേഴ്സിനെയൊക്കെ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ഖന്നേനെ പോലുള്ള ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, വുമൻസിനെയൊക്കെ ഇമോഷണലി നെഗ്ലക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നത്. ഓക്കെ, സോ സിറ്റീസൊക്കെ മോഡേൺ, എഡ്യൂക്കേറ്റഡ്, അഡ്വാൻസ്ഡ് ആയിട്ടാണ് ലുക്ക് ചെയ്യുന്നതെങ്കിലും അവിടെയുള്ള പീപ്പിൾസിന് ഹ്യൂമാനിറ്റി ലാക്ക് ചെയ്യുന്നുണ്ട്. അവർ മാരേജിനെ ഒരു മണി ആൻഡ് പവറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ലേബറിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇതാണോ റിയൽ പ്രോഗ്രസ് എന്നൊരു ക്വസ്റ്റ്യനിങ് കൂടിയാണ് ഈ അർബൻ സൊസൈറ്റീനെ കാണിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കിയാൽ ഈ ഒരു നോവലിൽ കൗ മോട്ടീവ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, കൗ ആണ് സെൻട്രൽ സിമ്പിളായിട്ട് പറയുന്നത് ഈ ഒരു നോവലിൻ്റെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹോറിനെ പോലെയുള്ള പെസൻസിന് കൗ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിലീജിയസ് മെറിറ്റ്, സോഷ്യൽ റെസ്പെക്റ്റ് കിട്ടാൻ, എക്കണോമിക് സെക്യൂരിറ്റി, അതുപോലെ ഒരു ഡിഗ്നിഫൈഡ് ലൈഫ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമായിട്ടാണ് കൗവിനെ കാണുന്നത്. സോ ഹോരി ബിലീവ് ചെയ്യുന്നത് ഒരു കൗവിനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സൊസൈറ്റിയിൽ റെസ്പെക്റ്റ് കിട്ടും, അത് വില്ലേജിലുള്ള മറ്റുള്ള ആൾക്കാരെ പോലെ കുറച്ചുകൂടി ഹൈ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ അയാൾക്ക് പറ്റുമെന്ന് പറയുന്നുണ്ട്. സോ ഐറോണിക്കലി ഈ ഒരു കൗ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ റൂയിന് കാരണമാകുന്നത്. അതിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നു, അവൻ്റെ അനിയൻ അതിനെ പോയിസൺ ചെയ്യുന്നു, പോലീസിന് ബ്രൈബ് കൊടുക്കേണ്ടി വരുന്നു, ഫൈൻ കൊടുക്കേണ്ടി വരുന്നു, ഡെപ്റ്റ് ഇൻക്രീസ് ആകുന്നു, അതിലൂടെ അദ്ദേഹം മരിക്കുന്നതും. ഓക്കെ, സോ ഇൻ ദ എൻഡിൽ ഹോറി ഡൈസ് വിത്തൗട്ട് ഓണിങ് എ കൗ. ബട്ട് ദാനി അയാൾക്ക് വേണ്ടിയിട്ട് ഒരു 1.5 രൂപ കൗ ഡൊണേറ്റ്
ഡൊണേഷൻ ആയിട്ട് പ്രീസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. സോ കൗവിൻ്റെ മോട്ടീവ് എക്സ്പോസ് ചെയ്യുന്നത് ക്രൂവൽ ഐറണി ഓഫ് റിലീജിയൻ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ പോർ ആൻഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിലീജിയസ് ഐഡൽസ് ആൻഡ് ഹാർഷ് റിയാലിറ്റി. ദെൻ ദാനിയൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് പറയുന്നുണ്ട്. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹോരിയുടെ വൈഫാണ്, ഒരു പോർ പെസൻ വുമണാണ്, പ്രാക്ടിക്കൽ, ബ്രേവ് ആണ്, ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ളൊരു വുമണാണ്. ഹോരിനെ പോലെയല്ല, ഇൻജസ്റ്റിസ് കണ്ടാൽ ക്വസ്റ്റ്യൻ ചെയ്യും, ട്രഡീഷനെ ഒന്നും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നില്ല. പഞ്ചായത്തിൻ്റെ ഇൻജസ്റ്റിസിനെയും പോലീസ് കറപ്ഷനെയും മെയിൽ ഡോമിനേഷനെയൊക്കെ ഓപ്പൺലി ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹോരി അവളെ ഇല്ലായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അയാളെ നേഴ്സ് ചെയ്യുന്നുണ്ട്, ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മോറൽ കറേജ്, ഹ്യൂമാനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ക്യാരക്ടറിനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ദെൻ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ മോത് കെ ആഗെ ആൻഡ് ഗോദാൻ. ഓക്കെ, ഈ രണ്ട് നോവലിനെ പറ്റിയിട്ടുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിലത്തെ ആ ഒരു നോവൽ ഞാൻ വായിച്ചിട്ടില്ല, എങ്കിലും എന്താണ് അത് തമ്മിലുള്ളൊരു സിമിലാരിറ്റി എന്നുള്ളൊരു ആൻസർ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. ഇൻ കേസ് അതാ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ബോത്ത് ഫോക്കസ് ഓൺ സോഷ്യൽ റിയാലിറ്റി ആൻഡ് ബോത്ത് എക്സ്പ്ലോർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ എക്സ്പോഷർ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ദെൻ ഈ മോത് കെ ആഗയിൽ കോമൺ പീപ്പിളിനെ സോഷ്യൽ ആൻഡ് മോറൽ ക്രൈസിസിൽ ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളുടെ ഇതിൽ ഈ ഒരു നോവലിൽ പെസൻസിനെ ജമീൻദാസൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് പോലെ. ദെൻ രണ്ട് നോവലിലും റിയലിസം കാണിക്കുന്നുണ്ട്. ബോത്ത് നോവൽ ഫോളോ റിയലിസം, ഫാൻറ്റസി അല്ല ഫോളോ ചെയ്യുന്നത്. ക്യാരക്ടേഴ്സൊക്കെ ഓർഡിനറി പീപ്പിളാണ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ക്രിറ്റിസിസം ഓഫ് ഫോൾസ് മൊറാലിറ്റി, ഹിപ്രോക്രസി ഓഫ് സൊസൈറ്റി, എംറ്റി ട്രഡീഷൻസ്, മോറൽ കറപ്ഷൻസ്, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് രണ്ടിലും പറയുന്നത്. ഇൻ കേസ് അഥവാ ചോദിക്കുകയാണെങ്കിൽ ഈ ഉള്ള പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും എഴുതാൻ ശ്രമിക്കുക. ഒരിക്കലും എംറ്റി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്യരുത്. ഓക്കെ. അറിയാവുന്ന എന്തെങ്കിലും, ഒന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഗോദാനിനെ പറ്റിയിട്ട് അറിയാവുന്നതാണെങ്കിലും അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ദെൻ ദാനിയനെ ഒരു ഫെമിനിസ്റ്റായിട്ട് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, അവൾ ഇൻജസ്റ്റിസിനെതിരെ വോയിസ് റേസ് ചെയ്യുന്നുണ്ട്, മെയിൽ അതോറിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, സൈലൻ്റായിട്ട് അടി കൊണ്ടുകൊണ്ടിരിക്കാൻ അവൾ റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ജൂനിയനെ അവൾ കുറ്റപ്പെടുത്തുന്നില്ല, അവൾക്ക് മാത്രമല്ല തെറ്റ്, അവളുടെ മകൻ്റെ ഭാഗത്തും തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. മെയിൽ റെസ്പോൺസിബിലിറ്റിയിൽ അതിലൂടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. റിലീജിയസ് ഇതിലൊന്നും അവൾ ബ്ലൈൻഡായിട്ട് ഒബീഡിയൻസ് കാണിക്കുന്നില്ല. ഹസ്ബൻഡിനെ ഒരു മാസ്റ്ററായിട്ടല്ല കമ്പാനിയനായിട്ടാണ് കാണുന്നത്. മോറൽ ഇൻഡിപെൻഡൻസ് ഉള്ളൊരു വുമണാണ് അവൾ. അതുകൊണ്ട് തന്നെ അവളെ നമുക്ക് ഫെമിനിസ്റ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഫെമിനിസം സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ത്രീയാണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇത്രയായിരുന്നു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ. വീഡിയോ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ടെന്ന് അറിയാമെങ്കിലും നിങ്ങൾ പ്ലീസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക, പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം സ്പീഡിൽ തന്നെ ഞാൻ ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. നിങ്ങളത് മനസ്സിലാക്കി എന്നെയും ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓഫ് കോഴ്സ് നിങ്ങൾ ഈ വീഡിയോയുടെ എൻഡ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. ഓക്കെ.